MT വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾക്കും അച്ഛനെ അവസാനം നോക്കുകണ്ട് യാത്രയാക്കുവാനുമെല്ലാം ഇളയ മകൾ അശ്വതിക്കൊപ്പം സിതാരയും ഉണ്ടെന്നായിരുന്നു വാർത്തകൾ പുറത്തുവന്നത്. MTയുടെ സംസ്കാര ദൃശ്യങ്ങളിലെ ലൈവ് സംപ്രേഷണങ്ങളിലൂടെയാണ് ഇക്കാര്യം പുറം ലോകം കേട്ടതും. എന്നാൽ മകളെ ദൃശ്യങ്ങളിൽ എവിടെയും കണ്ടിരുന്നുമില്ല. എന്നാൽ ഇപ്പോഴിതാ സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. MTയെ അവസാനം നോക്കു കാണുവാൻ സിതാര എത്തിയില്ല എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതേസമയം MT ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഒരാഴ്ച മുന്നേ തന്നെ മകൾ സിതാര എത്തിയിരുന്നു. അച്ഛനെ സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ വിവരം സിതാരയെ പ്രിയപ്പെട്ടവർ അറിയിച്ചിരുന്നു. ക്രിസ്തുമസ് ന്യൂ ഇയർ സീസണിന്റെ വൻ തിരക്ക് വിമാന ടിക്കറ്റുകൾക്ക് ഉണ്ടായിട്ടും ഉടൻ പറന്നെത്തുകയായിരുന്നു സിതാര കോഴിക്കോട്ടേക്ക്. തുടർന്ന് ICUവിൽ കയറിയാണ് മകൾ അച്ഛനെ കണ്ടതും വേദനയോടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയതും. അച്ഛൻ മുൻപത്തെ പോലെ ഇത്തവണയും തിരിച്ചു വരും, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ലെന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് സിതാര മടങ്ങിയതും. എന്നാൽ പിന്നാലെയാണ് മരണവാർത്ത എത്തിയത്. MTയുടെ അന്ത്യാഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ സംസ്കരിക്കണം എന്നത്. വീട്ടിൽ അല്പനേരം മൃതദേഹം വയ്ക്കുന്നൊഴിച്ചാൽ മറ്റെവിടെയും പൊതുദർശനത്തിന് വയ്ക്കേണ്ട എന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മകൾ സിതാരയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്നാൽ വീണ്ടും മണിക്കൂറുകളോളം വൈകും എന്ന് തിരിച്ചറിഞ്ഞ സിതാര മൈലുകൾക്കപ്പുറത്തു നിന്ന് അച്ഛൻ്റെ ആത്മാവിനു വേണ്ടി അശ്വതിക്കൊപ്പം നിന്ന് അവസാനവട്ട ചടങ്ങുകളും മനസ്സുകൊണ്ട് ചെയ്തു തീർക്കുകയായിരുന്നു. ഇപ്പോൾ 58-കാരിയായ MTയുടെ മൂത്ത മകൾ സിതാര US-ലാണ് കുടുംബസമേതം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞാണ് ഉപരിപഠനത്തിനായി സിതാര US-ലേക്ക് പോയത്. പഠിക്കാൻ മിടുക്കിയായിരുന്ന സിതാരയ്ക്ക് അമ്മ പ്രമീള ദേവിയാണ് കരിയറിലേക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകിയിരുന്നത്. അങ്ങനെ അമ്മയുടെയും അച്ഛൻ്റെയും പിന്തുണയോടെയും അനുഗ്രഹത്തോടെയുമാണ് സിതാര വർഷങ്ങൾക്ക് മുമ്പ് US-ലേക്ക് എത്തിയത്. ബിസിനസ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ ജോലിയും നേടി. പിന്നീടാണ് കരിയറിലെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനിടയിൽ ഒപ്പം പഠിച്ച സഹപാഠിയുമായി പ്രണയത്തിലാകുന്നതും ഇക്കാര്യം അച്ഛനമ്മമാരോട് പറയുന്നതും. അങ്ങനെ അവരും സമ്മതിച്ചതോടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തി. വിവാഹം കഴിഞ്ഞ് നാട്ടിലേക്ക് വരണം, ഇവിടെ ഒരു ചെറിയ റിസപ്ഷൻ സംഘടിപ്പിക്കണം, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാമായി എന്നാണ് MT ആവശ്യപ്പെട്ടത്. അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് സിതാരയും ഭർത്താവും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നത്. അപ്പോഴേക്കും MT രണ്ടാം വിവാഹം കഴിച്ചിട്ട് 10-12 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഭാര്യ സരസ്വതിയോട് പോലും ആ വിവാഹ റിസപ്ഷനെക്കുറിച്ച് അദ്ദേഹം യാതൊരു സൂചനകളും നൽകിയിരുന്നില്ല. റിസപ്ഷന് കൊണ്ടുപോവുകയും ചെയ്തില്ല. ആ ചടങ്ങിന് പോകാൻ ഒരുങ്ങും മുന്നെയാണ് ഇങ്ങനെയൊരു ചേച്ചി തനിക്കുണ്ടെന്ന് അശ്വതി അറിഞ്ഞതും. അങ്ങനെ 11 വയസ്സുള്ള മകൾ അശ്വതിയെയും കൂട്ടിയാണ് MT സിതാരയുടെ വിവാഹ റിസപ്ഷന് പോയത്. അതായിരുന്നു ചേച്ചിയുടെയും അനിയത്തിയുടെയും ആദ്യത്തെ കണ്ടുമുട്ടൽ. ഇപ്പോഴും US-ൽ തന്നെയാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം സിതാര കഴിയുന്നത്. ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലിയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.